അയ്യോ എൻ്റെ കിളി പോയിട്ടിരിക്കുകയാണ്. എല്ലാം ലാലേട്ടൻ്റെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അതിനേക്കാൾ എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കവിതയിൽ ഫാൻ ഷോ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ പാർട്ടായിട്ടുള്ളൊരു പടം കാണുമ്പോൾ ഉള്ള ഭയങ്കര സന്തോഷം, ഇമോഷണൽ ആവുന്നുണ്ട്. സന്തോഷം. പടം ഇഷ്ടമായി എല്ലാവർക്കും. താങ്ക് യു. നല്ല പടം. ലാലേട്ടൻ ഓണം തൂക്കി. നല്ല പടം. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അടിപൊളിയായിരുന്നു. ഈ ലാലേട്ടൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ എന്ത് ഭയങ്കര സന്തോഷം തോന്നി. ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. ലാലേട്ടൻ്റെ ഓണം ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു. ഹൃദയപൂർവ്വം എല്ലാവർക്കും ഹൃദയ സന്തുഷ്ടമായിട്ട് കാണാൻ പറ്റിയ സിനിമ. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ലാലേട്ടൻ ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ലാലേട്ടൻ കിടിക്കും. ലാലേട്ടൻ നന്നായിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? ഫീൽ ഗുഡ്, നല്ല മൂവിയാണ്. ഓണം തൂക്കിയോ ലാലേട്ടൻ? ഓണം തൂക്കിയോ ലാലേട്ടൻ തൂക്കി. അടിപൊളി കേട്ടോ, തകർത്ത്. ഓണം തൂക്കി കേട്ടോ, ഓണം തൂക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. ലാലേട്ടൻ ഓണം തൂക്കിയോ? ലാലേട്ടൻ ഓണം തൂക്കിയോ? നല്ല ഫുൾ ടൈം ഇരുന്ന് കാണാൻ പറ്റുന്ന പടം. ചേച്ചി എന്ത് സിനിമയായിരുന്നു. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. സിനിമ ഒരു ഫാമിലി കാണാൻ പറ്റിയ പടം. അടിപൊളി പടം. സമാധാനമായിട്ട് കാണാൻ ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണോ? കുടുംബമായിട്ട് കാണാൻ പറ്റിയ പടമാണ്. അല്ല മറ്റേ പയ്യൻ കലക്കനാണ് സംഗീതത്തില്ലേ, അവൻ കരാറുണ്ട്. ഓണത്തിൻ്റെ ഒരാഘോഷമായിരിക്കും സിനിമ. ഫാമിലി മൂവിയാണ്. സമാധാനമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല സിനിമ, കിടിലൻ പടം. ലാലേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ഏറ്റവും അടിപൊളി. ഓണത്തിന് തകർക്കാൻ പോകുന്ന സിനിമയാണ്. ബാക്കി നമ്മൾ കണ്ടിട്ട് പറയാം. ചിലപ്പോൾ തൂക്കുമായിരിക്കും. 2 പടവും കൂടെ ഉണ്ടല്ലോ. കിടിലൻ പടം. ഇഷ്ടപ്പെട്ടോ? നല്ല പടം. സിമ്പിൾ ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ് നാച്ചുറൽ. ഭയങ്കര കൊള്ളടാ. നൈസ് അടിപൊളി. നല്ല പടം, ഫീൽ ഗുഡ് പടം. ലാലേട്ടൻ പൊളിച്ചു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സത്യൻ സാർ പടം. ഞാൻ ആഗ്രഹിച്ച പോലത്തെ സത്യൻ സാർ പടം. അടിപൊളിയായിരുന്നു. ഭയങ്കര ഓണം ലാലേട്ടൻ തൂക്കിയോ? തൂക്കും, ഉറപ്പായിട്ടും തൂക്കും. എങ്ങനെയാണ് ലാലേട്ടൻ സ്ക്രീനിൽ കണ്ടത്? കുറേ നാൾ കഴിഞ്ഞിട്ട് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ്, മറ്റേ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ്. അതിനുപരി നല്ല മേക്കിങ്ങും ഓവറോൾ ഭയങ്കര രസമുള്ള സിനിമ. ലൈറ്റായിട്ട് പോയി കാണുക, ഭയങ്കര എക്സ്പെക്ടേഷൻ വേണ്ട. ലൈറ്റായിട്ട് പോയി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ലാലേട്ടനും സന്ദീപും തമ്മിലുള്ള കോംബോ എങ്ങനെയുണ്ടായിരുന്നു? സോറി, ലാലേട്ടനും സന്ദീപും തമ്മിലുള്ള ഭയങ്കര പഴയ മോഹൻലാൽ ശ്രീനിവാസൻ തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു. ഒരു ബൈറ്റ് തരുമോ? എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ പടമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ തിയേറ്ററിൽ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടപ്പോൾ? അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ പടത്തിന് ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് തോന്നി. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ഡ്രാമ അങ്ങനത്തെ പരിപാടിയാണ്. ഓണം ലാലേട്ടൻ തൂക്കുമോ? അത് കണ്ട് പറയട്ടെ. എന്ത് തോന്നി? പ്രേക്ഷകരുടെ പ്രതികരണം കണ്ടിട്ട് എന്ത് തോന്നി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വർക്കായിട്ടുണ്ട്. നല്ല സിനിമ തന്നെയാണ്. താങ്ക് യു. ഒരുപാട് ആദ്യത്തെ പടമാണ്. ആദ്യത്തെ പടമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ ഡെബ്യൂ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പടം അനൗൺസ് ചെയ്തപ്പം സാറിനെ വിളിച്ചാൽ മതി. സത്യ സാറാണ് പ്രോജക്റ്റിലേക്ക് എന്നെ വിളിക്കണേ. അന്നുപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ ഒരു ഡേക്ക് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് കണ്ടിറങ്ങിയപ്പോൾ എല്ലാവരും എക്സൈറ്റഡാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഇത് നമ്മളിപ്പോൾ തുടക്കാർക്ക് ഇതുപോലെ റെസ്പോൺസ് കഴിക്കും. ഭയങ്കര സന്തോഷം. ആദ്യത്തെ പടം തന്നെ ലാലേട്ടനെ വെച്ചിട്ടാണല്ലോ എഴുതുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ ഒരു കട്ട ലാൽ സാർ ഫാനാണ്. അപ്പം ലാൽട്ടൻ വെച്ചാൽ ഭയങ്കര സിനിമയിലേക്ക് എത്താൻ തന്നെ കാരണം സിനിമയെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ലാൽ സാറിനോടായിരുന്നു ക്രേസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് എത്തണം അങ്ങനെ ഒരു ആഗ്രഹം സ്വപ്നമൊക്കെ തോന്നി. അപ്പം അങ്ങനെ ഒരാൾക്ക് നമ്മൾ എഴുതിയ സംഭാഷണങ്ങൾ ലാൽ സാർ പറയുന്നത് കേൾക്കുമ്പം അറിയാലോ, ഭയങ്കര വേറെ ഫീലാണ്. അടുത്ത പടം ലാലേട്ടന് വേണ്ടിയായിരിക്കും? ഇല്ല, അടുത്തൊന്നും ആയിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിരിക്കും. ഇത്രയും പേരുടെ വീട് കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എഴുതുന്ന ഡയലോഗ് തിയേറ്ററിൽ ക്ലാപ്പ് വരുമ്പം നമുക്കറിയാലോ, ആളുകൾ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുമ്പം അത് ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഈ ഓണം ഹൃദയപൂർവ്വം തൂക്കുമോ? അല്ല, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാലും ഇത് എല്ലാവർക്കും
എല്ലായിടത്തും കിട്ടുന്ന റെസ്പോൺസ് പടം അടിപൊളിയായിട്ടുണ്ടെന്നാണ്. അപ്പം സിനിമ എന്നുള്ള ഇതാകും തൂക്കം അതിനെപ്പറ്റി നമ്മളതൊന്നും ചിന്തിക്കില്ല. എല്ലാ സിനിമകളും ഇതായിട്ട്. താങ്ക് യു ബ്രോ.